Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. മിസ് തുടങ്ങാട്ടോ, ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ് സ്റ്റാർട്ട് ചെയ്യേ. മിസ്സിന് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതില്? മിസ് എടുത്തിട്ടുണ്ടോ ക്ലാസ് ആർക്കെങ്കിലും? ഏതൊക്കെ ബാച്ചിലുള്ളവരാണോ ഉള്ളത് PG-ല്? 13 batch. 13. ഓക്കെ. 12 ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? 12. 13 ഉണ്ട്. 12 ഉണ്ടോ? H11 ഉണ്ട് അല്ലേ? 12 ഉണ്ട്. മിസ് എടുത്തിട്ടില്ല 12-ലും 13-ലും 11-ലും എടുത്തിട്ടില്ല മിസ്. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ്. ഓക്കെ ഓക്കെ, മിസ്സിന്റെ പേര് വാഹിദ എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ ക്ലാസ്സിനെ കുറിച്ച് നമ്മ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലേ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ മിസ്സുമാര് എന്ത് ചെയ്യും, മ്യൂട്ട് ചെയ്യും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സമയം തരും. അതല്ലെങ്കിൽ എന്താണ് ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം അല്ലെ. പിന്നെ എന്താണ് PG-യില് നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചതിന്റെ ബാക്കി പോലെയാണ് കേട്ടോ. ഇപ്പൊ നമ്മ ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ ഡിപ്ലോമയില്. സെക്കൻഡ് മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ എനിക്കിതൊരു ഓഡിബിൾ അല്ല, നല്ല സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ ഒന്ന് ചെയ്തപ്പോ എനിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ തുടങ്ങിയല്ലോ ക്ലാസ്? ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ മിസ്. ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടില്ല. ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് പറയുന്നുള്ളൂ. നിങ്ങൾ ഡിപ്ലോമയിൽ ക്ലാസ്സിൽ കയറിയതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ മിസ്സുമാര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈക്ക് ഓഫ് ആക്കി വെക്കും, മ്യൂട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സമയം തരും. അതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം അല്ലേ? അല്ല, ഇതിന്റെ വോയിസ് ഇങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല, ലൗഡ് ഇല്ല. എന്താണത്? ബാക്കി എല്ലാവർക്കും അങ്ങനെയാണോ? വോയിസ് കേൾക്കുന്നില്ല മിസ്സിന്റെ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റേഞ്ച് ഇല്ലാണ്ടാണോ ജിനോ? റേഞ്ച് ഉണ്ട്, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇയർഫോൺ വെച്ചോളാം, കുഴപ്പമില്ല. ഇയർഫോൺ വെച്ച് നോക്കാം. ഓക്കെ. പിന്നെ മിസ് പറഞ്ഞത് നമ്മുടെ PG-യിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടില്ലേ ചാപ്റ്റേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ പോലത്തെ ചാപ്റ്റേഴ്സ്, അതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി PG എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി അഡ്വാൻസ് ആയി അല്ലേ. ഡിപ്ലോമയിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടോ. ഓക്കെ. അപ്പൊ മിസ്സുമാര് എടുക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒന്നുകൂടി ക്ലിയർ ആവാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ മിസ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ മിസ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. മിസ് 7th-ലും 9th-ലും 10th-ലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബാച്ചിലുള്ള കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ മിസ്സിന്റെ ആ ഒരു നിങ്ങൾക്ക് എടുക്കുന്നതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ, സജഷൻസ് പറയാട്ടോ. ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും?
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, ഇപ്പൊ നമ്മ എന്താണ് മിസ് എടുക്കുന്ന ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ PG ഫസ്റ്റ് മൊഡ്യൂളിലെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കേട്ടോ. 7th ചാപ്റ്റർ ആണ്. ഓക്കെ, 7th ചാപ്റ്റർ ആണ് മിസ്സിൻ്റെത്. നമ്മൾ PG സെക്കൻഡ് മൊഡ്യൂളില് ഫാർമസി പഠിച്ചിട്ടുണ്ട് അല്ലെ? PG അല്ല, ഡിപ്ലോമയില് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? മറന്നോയോ? ഡിപ്ലോമ കഴിഞ്ഞ് അതോടുകൂടി കഴിഞ്ഞോ? ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ഫാർമസിയുടെ ഫങ്ഷൻസ് എന്താണ് അല്ലെ? ഫാർമസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് അല്ലെ? ഫാർമസിയിൽ ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടാവും? ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? ഫാർമസിയുടെ പ്രോബ്ലംസ് എന്താണ് അല്ലെ? ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സുകൾ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ? ഓർമ്മയുണ്ടോ? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ അല്ലെ മിസ്സേ? അപ്പൊ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിപ്ലോമയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ? അവിടുത്തെ ഫങ്ഷൻസ് എന്താണ്? നിങ്ങൾ അഡ്മിനിസ്ട്രേഷനിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടോ? ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്, ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ പഠിക്കുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച്, അവിടെ നയിക്കുന്ന കമ്മിറ്റികളെ കുറിച്ച് അല്ലെ? ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ അഡ്മിനിസ്ട്രേഷനിലാണ് അല്ലെ വർക്ക് ചെയ്യാൻ പോകുന്നത്? ആണോ? പഠിച്ചിറങ്ങി കഴിഞ്ഞാല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണല്ലേ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടേണ്ടി വരുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തറിയണം? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഐഡിയാസും ഇല്ല എങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ പ്രശ്നങ്ങള്? ഇല്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ, ഡിപ്ലോമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും. അപ്പൊ നമുക്ക് എന്താണ്, ഒരു ഫാർമസിനെ കുറിച്ച് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്താണ് ഒരു നോളജ് വേണം അല്ലെ? പൊതുവായിട്ടുള്ള ഒരു ധാരണ വേണം അല്ലെ? ആണോ? പറയേ. എന്താണ്, നമ്മുടെ ഫാർമസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ജനറൽ നോളജ് വേണം അല്ലെ? ഒരു സാധാരണ ഒരു അറിവ് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലോമയിൽ ഒരുപാട് കാര്യങ്ങൾ ഫാർമസിനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ അതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഒരു ഫാർമസി നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ രേഖകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സുകളാണ് നമ്മ മാനുഫാക്ചർ ചെയ്യുന്നതും വിൽക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം ചാപ്റ്റർ. തുടങ്ങാം അല്ലേ? Chapter 7, Drug and Pharmaceuticals. An administrator is normally not directly involved either in the prescription or distribution of a drug or pharmaceutical formulation. എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് നോർമലി നോട്ട് ഡയറക്ടർ അല്ലെ? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഇടപെടുന്നുണ്ടോ നമുക്ക് പേഷ്യൻസിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിൽ എന്താണ് നമ്മൾ ഒരുപാട്
കെമിക്കൽസും ഒരുപാട് കണ്ടൻസുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലെ നമ്മ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മുടെ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകള് ആണോ? അപ്പൊ അതില് പാർട്ടിക്കിൾസിന്റെ സൈസ് നോക്കണം, പോളിമോർഫിസം നോക്കണം, pH വാല്യൂ നോക്കണം, അതിൽ ലയിക്കാനുള്ള സോലബിലിറ്റിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് വേണം അല്ലെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ കഴിക്കുന്ന ഡ്രഗ്സുകള് അല്ലെങ്കിൽ കഫ് സിറപ്പുകൾ അല്ലേ. അപ്പൊ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് ഒരു മരുന്നിന്റെ രൂപീകരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനില് അതല്ലെങ്കിൽ മരുന്നുകൾ വിതരണം ചെയ്യുന്നതില് അതല്ലെങ്കിൽ എന്താണ് രോഗികൾക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതില് എഴുതി കൊടുക്കുന്നതില് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഇടപെടുന്നുണ്ടോ? അവര് കുറിച്ചു കൊടുക്കുന്നുണ്ടോ മരുന്നുകള്? ഇല്ല അല്ലെ, ഡോക്ടേഴ്സ് ആണ് അല്ലെ മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നത്. പിന്നെ ആരാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്? ഫാർമസിസ്റ്റുകളാണ് അല്ലെ. നെക്സ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ ഒക്കെ ചെയ്യുന്നത് ആരാണ്? റിസർച്ചുകൾ നടത്തുക അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ, അവരെ പോലുള്ളവരായിരിക്കും അല്ലെ. റിസർച്ചുകളൊക്കെ നടത്തിയിട്ടാണ് അല്ലെ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓക്കെയാണോ? ഫസ്റ്റ് എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് however in the interest of interaction with the medical professional, especially doctors, nurses, paramedical staff and even the patients, a layman's knowledge is mandatory regarding drugs, its mandatory specification and general know-how. ലെ എന്താണ്? എന്നിരുന്നാലും however ലെ എന്നിരുന്നാലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തുണ്ടായിരിക്കണമെന്ന് ഈ മെഡിക്കൽ പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, നഴ്സുമാര്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അതല്ലെങ്കിൽ നമ്മുടെ രോഗികൾ, ഈവൻ പേഷ്യൻസ് അല്ലെ, രോഗികളുമായിട്ടും ഇടപഴകുന്നതിന് നമ്മുടെ മരുന്നുകളെ കുറിച്ചുള്ള ഒരു ജനറൽ നോളജ് അത്യാവശ്യമാണ് അല്ലെ, നിർബന്ധമാണ് അല്ലെ. ആണോ? അതിനു വേണ്ടിയിട്ടാണ് അല്ലെ നമ്മ ഫാർമസിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചത്. ഏതൊക്കെ തരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, ഓരോ ഡ്രഗ്സുകൾ നമ്മ എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത് അല്ലെ, പ്രോബ്ലംസ് എന്താണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോ തന്നെ ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്നിരുന്നാലും അല്ലെ എന്താണ് നമ്മുടെ ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, പാരാമെഡിക്കൽ സ്റ്റാഫുകള് നമ്മുടെ പേഷ്യൻസുമായിട്ടും ഇടപഴകുന്നതിന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ എന്തുണ്ടായിരിക്കണം? ഒരു ജനറൽ അല്ലെ, ഒരു സാധാരണ അറിവ് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് during the routine operations and maintenance of a hospital, the administrator may come across many disputes regarding drugs and pharmaceuticals. അല്ലെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഡ്യൂറിങ് ദ റുട്ടീൻ ഓപ്പറേഷൻസ്, നമ്മുടെ ഫാർമസിയുടെ റുട്ടീൻ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബന്ധപ്പെട്ട് വരുന്ന മെയിൻ്റെനൻസ് അല്ലെ, റിപ്പയറിങ് വരാം, അല്ലെങ്കിൽ ഫാർമസിയിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടുത്തെ സ്ട്രക്ചറിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെയിൻ്റെനൻസിൽ എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു ഡ്രഗ്സുമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുമായിട്ടും ഒരുപാട് തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരാം അല്ലെ. ഇപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഫാർമസിയിൽ എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ മരുന്നുകൾ നമ്മൾ വേറെ സെക്ഷനിലേക്ക് മാറ്റി വെക്കണോ, സ്റ്റോർ ചെയ്യണം അല്ലെ, ആവശ്യമായ രീതിയിൽ അല്ലെ, അതിന് ഉചിതമായ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണോ, ചെയ്യണം അല്ലെ. നമുക്കറിയാം ടൈപ്സ് ഓഫ് ഫാർമസി ഡ്രഗ്സുകൾ പറഞ്ഞപ്പോ നമ്മൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ പറഞ്ഞു, നർക്കോട്ടിക് ഡ്രഗ്സുകൾ പറഞ്ഞു, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ പറഞ്ഞു അല്ലെ. ഇതൊക്കെ നമുക്ക് ജനറൽ ഡ്രഗ്സുകളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഒരേപോലെയാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആണോ? ഇല്ല അല്ലെ, വ്യത്യസ്ത രീതിയിലാണ് അല്ലെ. ഇപ്പൊ എന്താണ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന ഏരിയയിൽ ഉചിതമായിട്ടുള്ള വെന്റിലേഷൻ വേണം അല്ലെ. അതിന്റെ അടുത്ത് എന്താണ്, പെട്ടെന്ന് തീപിടുത്തത്തിന് സഹായിക്കുന്ന സ്പിരിറ്റ്, ഗ്യാസ് അതുപോലെയുള്ള കെമിക്കൽസ് ഒന്നും സൂക്ഷിക്കാൻ പാടില്ല അല്ലെ.
കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എന്താണ് നമ്മൾ തണുപ്പിച്ച് റെഫ്രിജറേറ്ററിലൊക്കെ ആയിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്, ആണോ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളില് അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസി റുട്ടീൻ ഓപ്പറേഷൻസിൽ എന്താണ് ഫാർമസി സ്റ്റോക്കുകൾ തീർന്നു പോകുക, അല്ലെങ്കിൽ ആവശ്യത്തിന് വിതരണം ചെയ്യാനുള്ള മരുന്നുകൾ ഇല്ലാതെ വരിക, അല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തതിൽ എന്തെങ്കിലും മാറിപ്പോവുക അല്ലെ. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിൽ എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ ഇടപെടേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാല് വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങളില് ഡിസ്പ്യൂട്ട്സുകളില് എന്താണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഇടപെടേണ്ടതായി വരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ? മിസ് എടുക്കുന്നത് ക്ലിയർ അല്ലേ? ഇങ്ങനെ തന്നെ എടുത്താൽ മതിയല്ലോ? നിങ്ങൾക്ക് എടുക്കാത്ത കാരണമായിട്ടാ മിസ് ചോദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് in outline and introduction of the administrative aspects in total and technical parameters in general are required to be acquired for the smooth running of the hospital. അപ്പൊ മിസ് ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും പഠിച്ചത് അല്ലെ? അതിനുള്ള ആൻസർ ആണ് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, എന്താണ് സുഗമമായ നടത്തിപ്പിന് ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഭരണപരമായ വശങ്ങളെ കുറിച്ചുള്ള ഒരു രൂപരേഖയും പൊതുവായിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള അറിവും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ നേടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും പഠിച്ചില്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ, ആണോ? ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ സുഗമമായ നടത്തിപ്പിന് അല്ലെ സ്മൂത്ത് റണ്ണിങ്ങിന് എന്ത് വേണം? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെ ഭരണപരമായ വശങ്ങളെ കുറിച്ചുള്ള ഒരു രൂപരേഖയും ഒരു ഔട്ട്ലൈനും പിന്നെ എന്താണ് അവിടുത്തെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു പൊതു അറിവും നേടേണ്ടതുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സോ അഡ്മിനിസ്ട്രേറ്റർ ആർ ബൗണ്ട് ടു ഹാവ് എ ജനറൽ ഐഡിയാസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മുടെ ഡ്രഗ്സിനെ കുറിച്ചും ഫാർമസ്യൂട്ടിക്കൽസ് പ്രോഡക്ട്സുകളെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും എന്താണ് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ അത്യാവശ്യമാണ്. ഓക്കെ ആണോ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മരുന്നുകൾ യൂസ് ചെയ്യുന്നത്? ഡ്രഗ്സുകള്, കഫ് സിറപ്പുകള്, ഇഞ്ചക്ഷൻസുകള് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ക്യൂർ ഡിസീസ് അല്ലെ, സിംറ്റംസ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ, രോഗശമനത്തിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ നമ്മ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പൊ നോക്കിയേ, പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മ ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ നമ്മ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാ മരുന്നുകളും അവര് തരാറുണ്ടോ? എന്ത് വേണം? മരുന്നുകൾ കിട്ടണമെങ്കിൽ നമ്മ എന്ത് കാണിക്കണം? അവരെ പ്രിസ്ക്രിപ്ഷൻ കാണിക്കണം അല്ലേ, ആണോ? ചിലപ്പോ ഈ പാരസെറ്റാമോൾ പോലെയുള്ള മരുന്നുകൾ അവര് നമുക്ക് തരാറുണ്ട്, ആന്റിബയോട്ടിക്സുകൾ അങ്ങനെയുള്ള മരുന്നുകൾ അവർ തരാറുണ്ടോ? നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചീട്ടൊന്നും ഇല്ലാതെ തരാറുണ്ടോ? ഇല്ല അല്ലെ, ഇല്ല. പിന്നെ നമ്മ മരുന്നുകള് ഏതൊക്കെ രീതിയിൽ നമ്മ ഉപയോഗിക്കുന്നുണ്ട്? ഓറലായി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പിന്നെ വേറെ ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഇഞ്ചക്ഷനായി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഓറലി യൂസ് ചെയ്യുന്നുണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇൻഹേലറായി ഉപയോഗിക്കുന്നുണ്ടോ? ശ്വാസം മുട്ടുള്ള രോഗികൾ അല്ലെ വലിക്കുന്നുണ്ട് അല്ലെ, ഇൻഹേലർ വലിക്കുന്നുണ്ട്. നെബുലൈസേഷൻ പോലെ അവരുള്ളിലേക്ക് മരുന്നുകൾ അല്ലെ മിസ്റ്റ് രൂപത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് വേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്കിന്നില് മരുന്നുകൾ വെക്കുന്നുണ്ടോ? സ്കിൻ പാച്ച് അല്ലെ, ഓയിൽമെന്റുകൾ അല്ലെ.
ഉണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മ എന്താണ് മോസ്റ്റ് കോമൺ മെത്തേഡ്സുകൾ അല്ലെ, മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് നമ്മ പൊതുവായി ഉപയോഗിക്കുന്ന രീതികള്. നെക്സ്റ്റ് തന്നെയാണ് കേട്ടോ പറയുന്നത്. നെക്സ്റ്റ്, a drug or pharmaceutical is a substance used to prevent or cure a disease or ailment or to alleviate its symptoms അല്ലെ. എന്താണ് ഈ ഒരു മരുന്നുകള് സബ്സ്റ്റൻസ് നമ്മ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യൂർ ഡിസീസ് അല്ലെ, രോഗശമനത്തിന് വേണ്ടിയിട്ട്, കൂടാതെ എന്താണ് നമ്മുടെ അസുഖങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ്, നമുക്ക് ആ ഒരു രോഗമായി വന്നിട്ടുള്ള ആ ഒരു ലക്ഷണങ്ങൾ അല്ലെ, സിംറ്റംസ് ലഘൂകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്സ്റ്റൻസുകള്, ഡ്രഗ്സുകള്, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള് യൂസ് ചെയ്യുന്നത്. In the US, United States, some drugs are available over the counter while others can be purchased only with the doctor's prescription. നമ്മ പറഞ്ഞതുപോലെ തന്നെയല്ലേ നമ്മുടെ യുഎസില്, യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ചില മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ഒരു കൗണ്ടറിൽ നിന്ന് തന്നെ അല്ലെ മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്ന ആ ഒരു കൗണ്ടറുകളിൽ നിന്ന് തന്നെ മരുന്നുകൾ ലഭിക്കുന്നുണ്ട്. ചില മരുന്നുകൾ അവർക്ക് എന്താണ്, ഓൺലി ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അല്ലെ, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമാണ് മരുന്നുകള് വിതരണം ചെയ്യുന്നത്. നമ്മ പറഞ്ഞ പോലെ തന്നെ ആന്റിബയോട്ടിക്സുകള്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ അല്ലെ. നെക്സ്റ്റ് പറയുന്നത്, drug can be taken orally via skin patch, by injection or via an inhaler. These are most common methods അല്ലെ. എന്താണ് ഡ്രഗ്സുകള് നമ്മ ഉപയോഗിക്കുന്ന രീതി, ഓറൽ ആയിട്ട് അല്ലെ, ഡ്രഗ്സുകള്, കഫ് സിറപ്പുകള്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മ എന്താണ് ഓറലി ആണ് അല്ലെ കഴിക്കുന്നത്. പിന്നെ എന്താണ് സ്കിൻ പാച്ച് അല്ലെ, എന്താണ് നമുക്ക് വേദനയൊക്കെ വരുമ്പോ നമ്മ എന്ത് ഇടാറുണ്ട്, സ്കിന്നിന്റെ മുകളിൽ മരുന്നുകൾ പരറ്റാറുണ്ടോ? പൊട്ടല് വരുമ്പോ അല്ലെ, ഒരു മുറിവ് വരുമ്പോഴൊക്കെ അപ്പൊ സ്കിൻ പാച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മ ഉള്ളിലേക്ക് വെയിൻസിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് ഇൻഹെയിലർ ആയിട്ടും നമ്മ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ രീതികളാണ് നമ്മ മോസ്റ്റ് കോമൺ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ. ഓക്കെ ആണോ? ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് സിമ്പിൾ ആണ് അല്ലെ. ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് നെക്സ്റ്റ് സെക്ഷൻ മിസ് എടുക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് സെക്ഷൻ അല്ലെ പറയാം കേട്ടോ. മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് നിർത്തിയിട്ട് ഇമ്പോർട്ടൻസ് സെക്ഷൻ അടയാളപ്പെടുത്തി തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി which is concerned with the development and marketing of drugs is a key component of health care. എന്ന് വെച്ചാല് നമ്മുടെ ഹെൽത്ത് കെയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണ് അല്ലെ. മരുന്നുകളുടെ വികസനത്തിലും പിന്നെ എന്താണ് വിൽപ്പനയിലും അല്ലെ, വിപണനത്തിലും ശ്രദ്ധയൂന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഹെൽത്ത് കെയർസിന്റെ പ്രധാന ഘടകം അല്ലെ. നമുക്ക് രോഗം മാറണമെങ്കിൽ നമ്മ വെറുതെ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാൽ മാത്രം മതിയോ? പോരാ, മരുന്നുകൾ കഴിക്കണം അല്ലേ. ആ ഒരു ഹെൽത്ത് കെയർസിലെ ആ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ്, നമ്മ മരുന്നുകൾ കഴിക്കണം അല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ സെക്ടേഴ്സിന്റെ പ്രധാന ആ ഒരു കീ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണ്. നെക്സ്റ്റ് പറയുന്നത്, വിച്ച് ഈസ് മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി ഇൻ ദ US economy at an estimated $24.4 billion in revenue in 2014. Sorry, 14 അല്ല 18,
18. നമ്മുടെ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി ആണ്. എന്താണ്? നമുക്ക് ഒരുപാട് ലാഭം തരുന്ന ഒരു വ്യവസായമാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? അത് ഫാർമസി എന്ന് പറയുന്നത് മരുന്നുകൾ വിതരണം ചെയ്യുക എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ബിസിനസ് ആണെന്ന് കേട്ടിട്ടുണ്ട്? ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല ഇല്ല അല്ലെ? പക്ഷെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഒരു ബിസിനസ് ആണ് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാലേ, ഇപ്പൊ അസുഖങ്ങൾ കൂടിക്കൂടി വരാണ്. കുറയാണോ ചെയ്യുന്നത്? ഓരോ വർഷം ചെല്ലുന്തോറും അസുഖങ്ങൾ കുറയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ? പുതിയ പുതിയ അസുഖങ്ങളും വരാണ് അല്ലെ? പുതിയ പുതിയ അസുഖങ്ങളും ആണോ? അപ്പൊ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ലാഭം തരുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. 2018 നമ്മുടെ US എക്കണോമിയിലെ, സമ്പദ് വ്യവസ്ഥയില് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എത്ര രൂപയാണ് ലാഭം ഉണ്ടാക്കിയേക്കുന്നത്? $24 ബില്യൺ ആണ് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് manufacture and sale or distribution of individual drugs and pharmaceutical formulations need to approvals. അല്ലെ? എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽ ഡ്രഗ്സുകൾ അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനും ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ അല്ലെ, മരുന്നുകളുടെ ആ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 അപ്രൂവൽസ് ആണ്. അങ്ങനെയുള്ള മരുന്നുകൾ സെയിൽ ചെയ്യാനും വിതരണം ചെയ്യാനും എന്താണ്? നമുക്ക് 2 അപ്രൂവൽസ് ആണ് ആവശ്യം, അംഗീകാരങ്ങളാണ് ആവശ്യമായി വരുന്നത്. അതിൽ ഫസ്റ്റത്തത് ഡ്രഗ് ലൈസൻസും, രണ്ടാമത്തത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസും, GMP. ക്വസ്റ്റ്യൻ ഒക്കെ അത് വരുന്നതാണ് കേട്ടോ. Which are the 2 approvals needed in എന്താണ്? ഇൻഡിവിജ്വൽ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഡ്രഗ് ലൈസൻസ് ആൻഡ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഓക്കെ ആണോ? അത് നമ്മുടെ വ്യക്തിഗത മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിന്റെയും നിർമ്മാണത്തിനും അത് വിൽപ്പനയ്ക്ക് സെയിൽ ചെയ്യുന്നതിനും നമുക്ക് 2 അംഗീകാരങ്ങൾ, 2 അപ്രൂവൽസ് ആണ് ആവശ്യമായി വരുന്നത്. അതിൽ ഫസ്റ്റത്തത് ഡ്രഗ് ലൈസൻസും രണ്ടാമത്തേത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, GMP. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ലൈസൻസ്. DL stands for drug license or drug manufacturing license. അല്ലെ? DL എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് ലൈസൻസ് അല്ലെങ്കിൽ drug manufacturing license. A drug manufacturing license is a mandatory protocol for manufacture and sales of drugs and pharmaceutical irrespective of its status. ആ ഒരു മരുന്നുകളുടെ സ്റ്റാറ്റസ് പരിഗണിക്കാതെ അത് ഏത് സെക്ഷനിലാണ്, ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്ന് പരിഗണിക്കാതെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു മരുന്നുകളുടെ നിർമ്മാണത്തിനും മാനുഫാക്ചർ ചെയ്യുന്നതിനും അത് വിൽപ്പന ചെയ്യുന്നതിനും എന്താണ് നമുക്ക് നിർബന്ധമായിട്ട് അല്ലെ, മാൻഡേറ്ററി പ്രോട്ടോകോൾ ആണ്, നിർബന്ധമായിട്ടും ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് ആവശ്യമാണ്. നമ്മുടെ ഡ്രഗിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു, അതെന്താണെന്ന് അറിയോ? സ്റ്റാറ്റസ് അല്ല ഇല്ല അല്ലെ, എന്ന് വെച്ചാല് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് ആ ഒരു മരുന്നുകള് ജനറൽ ആണോ അല്ലെങ്കിൽ പാറ്റന്റ് ആണോ എന്ന് പരിഗണിക്കാതെ, എന്ന് വെച്ചാല് എന്താണ് നമ്മ വിപണിയിൽ നിന്ന് നമ്മ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം ഒരു ഷൂ മേടിക്കുന്നെങ്കിൽ തന്നെ നമുക്ക് എന്താണ് അറിയാം, ബ്രാൻഡഡ് ഉണ്ട്, അല്ലാണ്ട് നോർമൽ ഷൂസും കിട്ടാറുണ്ട് അല്ലെ, കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മ പാറ്റന്റ് ഈ ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ കോസ്റ്റിന്, അതിന്റെ ആ ഒരു ക്വാളിറ്റിയില്, സ്റ്റാൻഡേർഡിലൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ടോ? നമ്മ അഡിഡാസിന്റെ ഒക്കെ ഷൂ മേടിക്കാറുണ്ട് അല്ലെ.
അത് എന്താണ് സാധാരണ ചിലപ്പോ അതിന്റെ കോപ്പി കിട്ടാറുണ്ട് അല്ലെ. കോപ്പി എന്ന് പറഞ്ഞാല് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടാറില്ലേ, അതിന് കോസ്റ്റ് കുറവായിരിക്കും അല്ലെ, കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ബ്രാൻഡഡ് ശരിക്കും ആ ഒരു സാധനം തന്നെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ എന്താണ് അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും, കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ നമ്മ വാങ്ങുന്ന മരുന്നുകള് ജനറൽ ഡ്രഗ്സുകളുണ്ട്, പാറ്റേൺ ഡ്രഗ്സുകൾ. അത് ഡിഫറെന്റ് കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യും, അതെന്തായി പാറ്റേൺ ഡ്രഗ്സുകളായി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്റ്റാറ്റസ് പരിഗണിക്കാതെ തന്നെ ഓരോ മരുന്നുകളുടെയും അല്ലെങ്കിൽ ഓരോ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളുടെയും നിർമ്മാണത്തിനും അത് വിതരണം ചെയ്യുന്നതിനും നമുക്ക് എന്ത് വേണം, നിർബന്ധമായിട്ടും ഡ്രഗ് മാനുഫാക്ചറിംഗ് ലൈസൻസ് ആവശ്യമാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മ പാരസെറ്റാമോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പാരസെറ്റാമോള് പനിയൊക്കെ വരുമ്പോൾ പാരസെറ്റമോൾ ആണ് അല്ലെ യൂസ് ചെയ്യുന്നത്. അത് ഡിഫറെന്റ് നെയിംസിൽ നമുക്ക് കിട്ടാറുണ്ട്. പെനഡോള്, കാൾപോള്, ഡോളോപാർ അല്ലെ കിട്ടാറുണ്ടോ? അപ്പൊ ആ ഒരു ഡ്രഗ്സിന്റെ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ജനറൽ ഡ്രഗ്സ് ആണ്. അതിന്റെ പാറ്റന്റ് ഡ്രഗ്സുകളാണ് ക്രോസിങ്, പെനഡോള്, പിന്നെന്താണ് ഡോളോ എന്നൊക്കെ പറയില്ലേ, അത് ആ ഒരു ഡ്രഗ്സ് തന്നെ പാറ്റന്റ് ഡ്രഗ്സുകളാണ്. ഓക്കെ ആണോ? അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. The status can be, നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് സ്റ്റാറ്റസ് ക്യാൻ ബി ഫർദർ ഡിസ്ക്രൈബ്ഡ് ആസ് എ ജനറിക് ഡ്രഗ് ഓർ പാറ്റന്റ് ഡ്രഗ്സ് അല്ലെ. എന്താണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? ആ ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ഡ്രഗ്സ് ജനറിക് ഡ്രഗ് ആണോ അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്സ് ആണോ അല്ലെ, ബ്രാൻഡഡ് ഡ്രഗ്സ് ആണോ എന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ലൈസൻസ് ഷുഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദി പ്രോഡക്റ്റ് ബോത്ത് ജനറിക് ഓർ പാറ്റന്റ് ഡ്രഗ് വിത്ത് ഇറ്റ്സ് കോമ്പോസിഷൻ ഇൻ ഡീറ്റെയിൽസ് വിത്ത് ദ ഫോളോയിങ് മാൻഡേറ്ററി ഇംപ്രിന്റ്സ് which has to be printed on the packing of the drugs or pharmaceutical formulations. അല്ലെ, എന്താണ് ഇപ്പൊ നമ്മ മരുന്നുകൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു സ്ലിപ്പും ആ ഒരു സ്ട്രിപ്പും നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മരുന്നിന്റെ പേരില്ലാതെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് ഏത് അതിൽ എന്തൊക്കെ കെമിക്കൽസ്, എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്നാവും അല്ലെ. കൂടാതെ എന്താണ്, അത് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ആ ഒരു കമ്പനിയുടെ പേരുണ്ടാവില്ലേ, ഡോസേജ് ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, പാക്കിംഗ് ഡേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു ഡ്രഗ് ലൈസൻസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന്, ആ ഒരു ഡ്രഗ്സിന്റെ പാറ്റന്റ് ഡ്രഗ്സ് ആയാലും ജനറിക് ഡ്രഗ്സ് ആയാലും ആ ഒരു ഡ്രഗ്സിന്റെ പേര്, നെയിം ഉണ്ടായിരിക്കണം. കൂടാതെ ആ ഒരു ഡ്രഗ്സിൽ എന്തൊക്കെ കണ്ടന്റുകൾ അല്ലെ, കോമ്പോസിഷൻ, എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു ഡ്രഗ്സിന്റെ പാക്കിങ്ങില് അല്ലെങ്കിൽ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഡ്രഗ് ലൈസൻസ് ഓക്കെ ആയില്ലേ? നമുക്ക് 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ് ഉള്ളത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് മിസ് ജനറൽ ആയിട്ടുള്ള ഒരു അറിവ് പറയുന്നതാണ് കേട്ടോ. നമുക്ക് 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ് നൽകുന്നത്. ഫസ്റ്റത്തത് റിറ്റെയിൽ ഡ്രഗ്സുകൾ അല്ലെ. റിറ്റെയിൽ ഡ്രഗ്സിന്റെ ലൈസൻസ് അതാർക്കായിരിക്കും കൊടുക്കുന്നത്? റിറ്റെയിൽ ഡ്രഗ്സ് ലൈസൻസ് ആർക്കായിരിക്കും? ഷോപ്പുകാർക്ക് അല്ലെ, മെഡിക്കൽ സ്റ്റോർ ഒക്കെ നടത്തുന്നവരല്ലേ, അവരെങ്ങനെയാണ് റിറ്റെയിൽ ആയിട്ടാണ് അല്ലെ, ആ ഫാർമസിയിലേക്ക്, മെഡിക്കൽ ഷോപ്പുകാർക്കൊക്കെ. നെക്സ്റ്റ് ഹോൾസെയിൽ ഡ്രഗ്സ് ലൈസൻസ് അതാർക്കായിരിക്കും? ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ് കൊടുക്കുന്നത് മാനുഫാക്ചറിങ് ഒക്കെ ചെയ്ത് വിപണിയിൽ വിതരണം ചെയ്യുന്ന വെൻഡേഴ്സിനായിരിക്കും അല്ലെ, ആ ഒരു കമ്പനിക്കായിരിക്കും അല്ലെ. നെക്സ്റ്റ് പിന്നെ പറയുന്നത് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. എന്താണ്? ആ ഒരു മരുന്നുകള് എന്താണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ്, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ്. ഓക്കെ ആണോ? 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ് നിലവിലുള്ളത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് മിസ് പറഞ്ഞു തന്നുള്ളൂ. ഡ്രഗ് ലൈസൻസ് പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. നമുക്ക് 3 തരത്തിലുള്ള ഡ്രഗ് ലൈസൻസ് ആണ്
നിലവിലുള്ളത്. ഒന്നാമത്തത് റീറ്റെയിൽ ഡ്രഗ് ലൈസൻസ്, നമ്മൾ ഷോപ്പുകൾക്കൊക്കെ കൊടുക്കുന്നത് അല്ലെ, ഫാർമസിക്ക്, പിന്നെ എന്താണ് മെഡിക്കൽ ഷോപ്പുകാർക്ക്, മെഡിക്കൽ സ്റ്റോറിലൊക്കെ കൊടുക്കുന്ന അവരൊക്കെ വാങ്ങുന്നതാണ് ഡ്രഗ് റീറ്റെയിൽ ലൈസൻസ്. രണ്ടാമത് പറയുന്നത് ഡ്രഗ് ഹോൾസെയിൽ ലൈസൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പ്രൊഡക്റ്റുകൾ അല്ലെ, ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഡ്രഗുകൾ അവർക്ക് എന്ത് ചെയ്യണം? ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യണ്ടേ, നിർമ്മിക്കുന്ന ആളുകള്, വെൻഡേഴ്സ്, സപ്ലയേഴ്സ് ഒക്കെ. അപ്പൊ അതാണ് എന്താണ് ഹോൾസെയിൽ ഡ്രഗ് ലൈസൻസ്. മൂന്നാമത് വരുന്നത് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. എന്താണ്? നിർമ്മിക്കണം അല്ലേ, നിർമ്മിച്ചാലല്ലേ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് ആണ് ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, GMP. നമ്മൾ പറഞ്ഞു അല്ലെ, 2 അപ്രൂവൽസ് ആണ് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷന്റെ വിതരണത്തിനും സെയിൽ ചെയ്യുന്നതിനും ആവശ്യമായി വരുന്നത് അല്ലെ. ഫസ്റ്റത്തത് ഡ്രഗ് ലൈസൻസ്, രണ്ടാമത് വരുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, GMP. It is a system for ensuring that products are consistently produced and controlled according to quality standard അല്ലെ. ഇതൊരു സിസ്റ്റമാണ്, സംവിധാനമാണ്. എന്തിനുള്ള സിസ്റ്റം? എൻഷുറിംഗ് അല്ലെ, ഉറപ്പ് നൽകാണ് ദാറ്റ് പ്രോഡക്ട്സ് ആർ, അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു പ്രോഡക്റ്റുകൾ, ഡ്രഗ്സുകളാകാം അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളാകാം അല്ലെ. ഇപ്പൊ നമുക്ക് ഫാർമസിയിൽ നിന്ന് ഡ്രഗ്സുകൾ മാത്രം കിട്ടുന്നുള്ളോ? ആണോ? അല്ല അല്ലെ. വേറെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും കിട്ടുന്നുണ്ട് അല്ലെ. ഷാമ്പു കിട്ടുന്നുണ്ട്, സ്കിന്നിന് പറ്റുന്ന അല്ലെ, മറ്റ് ക്രീമുകള്, പിന്നെ എന്താണ് ഷാമ്പു, ഓയിൽമെന്റുകള്, കോസ്മെറ്റിക്സ് അല്ലെ, പലതരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രോഡക്ട്സ് ആർ കൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസ്ഡ്. അവര് എന്താണ് തുടർച്ചയായി ഉൽപാദിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങള് അവരെന്താണ് കൺട്രോൾ ചെയ്യുന്നതിനും അനുസരിച്ച് അവർ ആ ഒരു പ്രോഡക്റ്റുകള് കൺസിസ്റ്റന്റ്ലി തുടർച്ചയായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനത്തെ, ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ മിസ് പറയാം. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഉൽപ്പന്നങ്ങൾ അല്ലെ, ഡ്രഗ്സുകളാകാം, അതർ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളാകാം, അതെന്താണ് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ച് എന്താണ് സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് GMP. ഓക്കെ ആണോ? ഈ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റുകളില് അല്ലെങ്കിൽ ഡ്രഗ്സുകളാകാം, അതർ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളാകാം, അതിലെന്തെങ്കിലും റിസ്കുകൾ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാണോ? ആണോ? ആണല്ലേ. അപ്പൊ ആ ഒരു മാനദണ്ഡങ്ങൾ അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ച് അവരെന്താണ് ആ ഒരു പ്രോഡക്റ്റുകള് ശരിയായ രീതിയിൽ അല്ലെ, ഒരു സൈഡ് എഫക്റ്റുകളും കൂടാതെ ഒരു പ്രോബ്ലംസും റിസ്കുകളും ഇല്ലാത്ത രീതിയിൽ അവര് തുടർച്ചയായി അല്ലെ സ്ഥിരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് അല്ലെ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മിനിമൈസ് the potential danger involved in any pharmaceutical production that cannot be eliminated through testing the final product അല്ലെ. എന്താണ് നമ്മൾ ആ ഒരു അന്തിമ ഉൽപ്പന്നം, ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് പരീക്ഷിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് GMP അല്ലെ.
എന്താണ് അവർ ചെയ്യുന്നത്? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ നമ്മ എന്താണ് റിസർച്ചുകളൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മ മാനുഫാക്ചറിങ് ചെയ്ത് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ആ ഒരു ഫോർമുലേഷന്റെ ഭാഗമായി നമ്മ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഇല്ലേ, ഡ്രഗ്സുകളാകാം മറ്റു പ്രോഡക്ട്സുകളാകാം, അവരെന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റ് ചെയ്യാണ് അല്ലെ? ആണോ? ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ്? ഗുണനിലവാരമുണ്ട് അല്ലെ? അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ റിസ്കുകളൊന്നുമില്ല അല്ലെ? ആണോ? അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ആ ഒരു പൊട്ടൻഷ്യൽ റിസ്കുകൾ അല്ലെ, അപകടങ്ങളോ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് GMP. ഓക്കെ ആണോ? ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള, സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് GMP. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് അതോറിറ്റി ഓഫ് ഇഷ്യൂസ് അല്ലെ. നമ്മൾ പറഞ്ഞു ഡ്രഗ് ലൈസൻസ് വേണം, GMP അല്ലെ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് വേണം. ഇതൊക്കെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്, നൽകുന്നത് ആരാ? ഏത് അതോറിറ്റിയാണ്? അതാണ് നെക്സ്റ്റ് കേട്ടോ. അപ്പൊ നോക്കിയേ, അതോറിറ്റി ഓഫ് ഇഷ്യൂസ്, ഡ്രഗ് ലൈസൻസ് ആരാ കൊടുക്കുക? DL, ഡ്രഗ് ലൈസൻസ് അതോറിറ്റി, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയാണ് ഡ്രഗ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, അതും നൽകുന്നത് നമ്മുടെ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഓക്കെ ആണോ? കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡാണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. ഹെഡ് ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. അപ്പൊ ഈ ഒരു ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഡ്രഗ് ലൈസൻസും ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ജനറിക് ഡ്രഗ്സ് എടുക്കാലോ, കുഴപ്പമില്ലല്ലോ, സ്പീഡൊന്നുമില്ലല്ലോ, നമുക്ക് പോവാ അല്ലേ? സ്പീഡ് എങ്ങാനും ഉണ്ടോ? സ്പീഡ് ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ജനറിക് ഡ്രഗ് അല്ലെ. നമ്മ പറഞ്ഞു രണ്ട് തരത്തിലുള്ള അല്ലെ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ, സ്റ്റാറ്റസ് ഉണ്ട്. ഫസ്റ്റത്തെ ജനറിക് ഡ്രഗും രണ്ടാമത്തേത് ബ്രാൻഡഡ് ഡ്രഗ്സ് അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്സ് അല്ലെ. അപ്പൊ ജനറിക് ഡ്രഗ് ആർ ദി ടെക്നിക്കൽ നെയിം ഓഫ് ദി റോ മെറ്റീരിയൽ ഓർ കെമിക്കൽ സോൾട്ട് വിച്ച് ഈസ് കോമൺ നെയിം ഓഫ് എ പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെ. നമ്മുടെ ജനറിക് ഡ്രഗ് അല്ലെങ്കിൽ ആ ഒരു ജനറൽ ഡ്രഗ് എന്ന് പറയുന്നത് ആ ഒരു ഡ്രഗിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ സോൾട്ടിന്റെ ആ ഒരു ടെക്നിക്കൽ നെയിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറിക് ഡ്രഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കെമിക്കൽ സോൾട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ? അപ്പൊ ആ ഒരു മെഡിസിന്റെ, ആ ഒരു ഡ്രഗിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കെമിക്കൽ സോൾട്ടിനെയോ അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റിന്റെയോ ടെക്നിക്കൽ നെയിമിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയുന്നത്? ജനറിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആ ഒരു സാങ്കേതിക നാമത്തെയാണ് നമ്മൾ ജനറിക് ഡ്രഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതൊക്കെ ദീസ് ഡ്രഗ്സ് വെൻ മാനുഫാക്ചേർഡ് ബൈ ഡിഫറെന്റ് കമ്പനീസ് അല്ലെ? ഈ ഒരു ജനറിക് ഡ്രഗുകൾ തന്നെ ഡിഫറെന്റ് കമ്പനീസ് അല്ലെ? ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ഷൂ തന്നെ അഡിഡാസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്തേ? അഡിഡാസിന്റെ ബ്രാൻഡഡ് ഷൂ ആയില്ലേ? ആണോ? ആണ് അല്ലെ? അതേപോലെ പല കമ്പനീസ് ഉണ്ട് അല്ലെ ഷൂയിലും ഒക്കെ. അപ്പൊ ഈ ഒരു ഡ്രഗ്സുകൾ തന്നെ ഡിഫറെന്റ് കമ്പനീസ്, പല കമ്പനീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും, അതെങ്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് ബ്രാൻഡഡ് ഡ്രഗ്സുകളിലേക്ക് അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്സുകളിലേക്ക് മാറുന്നു. ഓക്കെയാണോ? ഈ ഒരു ജനറിക് ഡ്രഗുകൾ തന്നെ ഡിഫറെന്റ് കമ്പനീസ് അല്ലെ? പല പല കമ്പനീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ഡ്രഗ്സുകൾ എന്തിലേക്ക്? ബ്രാൻഡഡ് ഡ്രഗ്സുകളിലേക്ക് അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്സുകളിലേക്ക് മാറുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫ്യൂ ജനറിക് ഡ്രഗ്സ് ആർ അറ്റാച്ച്ഡ് ബിലോ ഫോർ റെഡി റെഫറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെ? നമ്മുടെ എന്താണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ജനറൽ ഡ്രഗ്സുകളുടെ എക്സാമ്പിൾസ് താഴെ കൊടുക്കുന്നു അല്ലെ? അപ്പൊ ഫസ്റ്റ് നോക്കിയേ, അനൽജസിക്, പെയിൻകില്ലേഴ്സ് അല്ലെ? ആണോ? പെയിൻകില്ലേഴ്സ് ആണ് അല്ലെ? പാരസെറ്റാമോള് അത് ബ്രാൻഡഡ് ഡ്രഗ്സ് ആകുമ്പോ അല്ലെങ്കിൽ പാറ്റന്റ് ഡ്രഗ്സ് ആകുമ്പോ അതിന്റെ പേരൊക്കെ ക്രോസിൻ, പെനഡോള്, കാൽപോള് അല്ലെ? ക്രോസിനില് ഒരു N വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൊക്കെ. പാരസെറ്റാമോള് ബ്രാൻഡഡ് ഡ്രഗ്സുകളിൽ എന്തൊക്കെ അറിയുന്നുണ്ട്? ക്രോസിൻ, പെനഡോള്, കാൽപോള്, അങ്ങനെയൊക്കെ പല ഡിഫറെന്റ് ബ്രാൻഡഡ് നെയിംസുകളിൽ അല്ലെങ്കിൽ പാറ്റന്റ് നെയിംസിൽ അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് ഡൈക്ലോഫെനാക് സോഡിയം പ്ലസ് പാരസെറ്റമോൾ, അതും പെയിൻ കില്ലേഴ്സ് ആയിട്ട് പെയിൻ റിലീഫിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ നെയിം എന്താണ്? ഡൈക്ലോജെസിക്. ഓക്കെ ആണോ? ഡൈക്ലോജെസിക്. നെക്സ്റ്റ് ആന്റിബയോട്ടിക്സ് അല്ലെ? നമ്മ എപ്പോഴും കൊച്ചുങ്ങൾക്ക് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സുകളാണ് അല്ലെ? അമോക്സിലിൻ, അസിത്രോമൈസിനൊക്കെ ആണോ അല്ലെ? കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ കഫക്കെട്ട് കൂടുന്ന സമയത്തൊക്കെ അല്ലെ, നമ്മളും കഫക്കെട്ട് കൂടുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സുകളാണ് അമോക്സിലിനും അസിത്രോമൈസിൻ അല്ലെ? അപ്പൊ അമോക്സിലിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സിന്റെ നെയിംസുകളാണ് LMX അല്ലെങ്കിൽ റെമോക്സ്. ഓക്കെ, അമോക്സിലിന്റെ ഇതിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അമോക്സിലിന്റെ ബ്രാൻഡഡ് നെയിംസുകളാണ് LMX, റെമോക്സ്. നെക്സ്റ്റ് അസിത്രോമൈസിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സുകളാണ് അസിട്രാൾ. അസിത്രോമൈസിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സുകളാണ് അസിട്രാൾ. എന്നൊക്കെ ഉള്ള കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊക്കെ തരുന്നത് എന്നുള്ള ആ ഒരു ബ്രാൻഡഡ് ഡ്രഗ്സ് ഒക്കെ ആയിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അസിത്രോമൈസിൻ കണ്ടന്റ് ഒന്ന് തന്നെയാണല്ലോ അല്ലെ? നിങ്ങൾ ആലോചിക്കാറുണ്ടോ? ഇതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണ് അല്ലെ? ആലോചിക്കാറുണ്ടോ അതൊക്കെ? അപ്പൊ അസിത്രോമൈസിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് അസിട്രാൾ. നെക്സ്റ്റ് പറയുന്നത് വിറ്റാമിൻ അല്ലെ? ഗൂഗിളിൽ നോക്കാറുണ്ട്. ഓക്കെ, നല്ല കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് പുതിയ അറിവുകൾ കിട്ടാന്ന് പറയുന്നത് നല്ല കാര്യമാണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ തോന്നാണ് അല്ലെ? പണ്ടൊക്കെ ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ കൂടി ഉണ്ടായില്ല. നമുക്കിപ്പോ എന്താണ്, എന്ത് ഡൗട്ട്സ് വന്നാലും എന്തൊരു ഇത് വന്നാലും നമുക്ക് എന്തൊക്കാം, ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറ്റ് ദ സ്പോട്ടിൽ നമുക്ക് മറുപടി ഇട്ടാണ് അല്ലെ? ആൻസർ ഇട്ടാണ് അല്ലെ? റെഫർ ചെയ്യാന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ?
ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകൾ വന്നാൽ അല്ലേ, അല്ലാണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ എന്താണ് നമ്മ ആ ഒരു ഇത് തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് തോന്നിയാലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നല്ല കാര്യമാണ് അത്. ഓക്കെ, നെക്സ്റ്റ് വിറ്റാമിൻ അല്ലേ, ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് ഫോളിവേറ്റ്. ഫോൾവേറ്റ് എന്താണ്? ഫോളിക് ആസിഡിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് ഫോൾവൈറ്റ്. നെക്സ്റ്റ് പറയുന്നത് ബി കോംപ്ലക്സ് അല്ലെ. ബി കോംപ്ലക്സ് കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ വായിൽ അല്ലെ ചെറിയ കുരുക്കൾ വരാം, നാക്കുമ്പൊക്കെ ചെറിയ കുരുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് എന്താണ്? ബിക്കോസുൾ. ബി കോംപ്ലക്സിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് ബിക്കോസുൾ. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ ഡ്രഗ്സ് അല്ലെ. എന്താണ്? എറ്റനലോൾ. അതിന്റെ ജനറിക് ഡ്രഗ്സ് ആണ് ബ്രാൻഡഡ് ബ്ലഡ് പ്രഷർ ഡ്രഗ് അല്ലെ. നമ്മുടെ പ്രഷറിനൊക്കെ വേണ്ടി നമ്മ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഷർ കുറയുന്ന സമയത്തൊക്കെ കഴിക്കുന്ന ഒരു ജനറിക് ഡ്രഗ്സ് ആണ് എറ്റനലോൾ. അപ്പൊ ആ ഒരു എറ്റനലോളിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ആണ് ആറ്റൻ. ആറ്റൻ. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത്രയും ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇനി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാം കേട്ടോ. ജനറിക് ഡ്രഗ്സുകളും ബ്രാൻഡഡ് ഡ്രഗ്സുകളും ഒക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് മിസ് എടുത്ത പോർഷൻ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്താം അല്ലെ. ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്താലോ. ഇനി ഫസ്റ്റത്തെ സെന്റൻസ്, ആ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റത്തെ സെന്റൻസ് അടയാളപ്പെടുത്തിയേ. അടയാളപ്പെടുത്തിയോ? നെക്സ്റ്റ് നമ്മുടെ a drug or pharmaceutical is a substance used to prevent or cure a disease or ailment or to alleviate its symptoms എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ സെന്റൻസ്? ആ ഒരു പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കണ്ടോ? a drug or pharmaceutical is a substance. കണ്ടോ? അത് അടയാളപ്പെടുത്താം കേട്ടോ. അത് അടയാളപ്പെടുത്താം. നമ്മ ഡ്രഗ് എടുക്കുന്ന രീതികൾ അല്ലെ, മെത്തേഡ്സുകൾ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നത്? ഓറലി, വിയ സ്കിൻ പാച്ച്, ഇഞ്ചക്ഷൻ ഓർ വിയ ഇൻഹേലർ. അത് അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ സെന്റൻസിൽ ആദ്യത്തെ ആ ഒരു സെന്റൻസ് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ടു അപ്രൂവൽസ്, ഡ്രഗ് ലൈസൻസ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. അത് രണ്ടും അടയാളപ്പെടുത്താം കേട്ടോ. ടു അപ്രൂവൽസ് ഏതാണെന്നുള്ളത്. നെക്സ്റ്റ് DL സ്റ്റാൻഡ്സ് ഫോർ ഡ്രഗ് ലൈസൻസ് ഓർ ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ്. സംശയം വരരുത് കേട്ടോ. നെക്സ്റ്റ് ചിലത്തെ എക്സാമിന് ഡ്രഗ് ലൈസൻസ് പറയില്ല, ഡ്രഗ് മാനുഫാക്ചറിങ് ലൈസൻസ് ആയിരിക്കും പറയുന്നത്. അപ്പൊ ഡൗട്ട് വരരുത് കേട്ടോ. ഓക്കെ, next, a drug manufacturing license is a mandatory protocol for manufacture and sales of drugs and pharmaceutical irrespective of its status. adu aa oru sentence അടയാളപ്പെടുത്താം. Next, GMP stands for ചോദിക്കാം, good manufacturing practice. പിന്നെ അതിന്റെ ഫസ്റ്റത്തെ സെന്റൻസ്, it is a system for ensuring that products are consistently produced and controlled according to quality standard. Next, authority of issues. Drug license ആരാണ് ഇഷ്യൂ, ഏത് അതോറിറ്റി ആണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ, GMP, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ജനറിക് ഡ്രഗ്സ് എന്താണ്? ഫസ്റ്റ് സെന്റൻസ്
Generic drugs when manufactured by different companies transform into dash branded drugs like or patent drugs. അത് അടയാളപ്പെടുത്താം കേട്ടോ. ആ 2 സെന്റൻസ് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി വെക്കാം കേട്ടോ. പാരസെറ്റാമോൾ തന്നിട്ട് അതിന്റെ ബ്രാൻഡഡ് ഡ്രഗ്സ് ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ LMX അല്ലെങ്കിൽ റെമോക്സ് തന്നിട്ട് അതിന്റെ ജനറിക് ഡ്രഗ്സ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. അങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ആ ഒരു പാരഗ്രാഫ് ആ ഒരു ബോക്സ് നോക്കി വെക്കാം കേട്ടോ, പഠിച്ചു വെക്കാം. ഓക്കെ, എല്ലാവർക്കും മിസ് പറഞ്ഞ സെക്ഷനൊക്കെ കിട്ടിയോ? ഇമ്പോർട്ടന്റ് ഏതാന്ന് പറഞ്ഞതൊക്കെ കിട്ടിയില്ലേ? എല്ലാവരും നോട്ട് ചെയ്തില്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് മിസ് എടുക്കുന്നത്? ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? മിസ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്, അതുകൊണ്ടാണ്. It's okay for me. ജിനോ? It's okay for me. It's okay. ഓക്കെ, ബാക്കി എല്ലാവർക്കും എല്ലാവരും അഭിപ്രായം പറയാം കേട്ടോ. ഓക്കെയാണ് മാം. ഓക്കെ ആണ്. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.